എനിക്ക് നിങ്ങൾ സാധാരണ നമ്മൾ സീറ്റ് പ്രഖ്യാപിച്ചാൽ ആരൊക്കെ ജയിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ആരെങ്കിലും തോക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആ ലിസ്റ്റിൽ നോക്കേണ്ടത്. അതുപോലത്തെ ലിസ്റ്റാണ്. നിങ്ങൾ നോക്ക്, നിങ്ങളെ ലിസ്റ്റ് നോക്ക്, അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടല്ലോ. സീറ്റ് കിട്ടാത്ത ആരെങ്കിലും എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയോ? അങ്ങനെയല്ലല്ലോ, അതൊന്നും അല്ല. അതിലൊന്നും ഒരു അല്ല. അത് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഇപ്പൊ ഇല്ലല്ലോ ഉണ്ടെങ്കിൽ പറയാം, തീർച്ചയായിട്ടും പറയാം. അല്ല, അതൊക്കെ പാർട്ടി സീറ്റുകൾ എല്ലാവരും പരിഗണിക്കല്ലേ എല്ലാവരും. അപ്പം ഞാൻ മുൻകൂട്ടി പറയണ ശരിയാണ്. നിങ്ങൾ ഇതാണ് സാധനം. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണല്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണല്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തയുണ്ട്. ഞങ്ങളെല്ലാ നേതാക്കന്മാരും കൂടി രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി. ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാൻ പോയി. ഡൽഹിയിൽ വന്ന് ഞങ്ങൾ പോകണ്ടേ. അപ്പോൾ ഒരു കോൺഗ്രസിൽ തർക്കം മുറുകി. നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കാണാൻ പോകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കോൺഗ്രസ് പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കാണാൻ പോകുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് ആദ്യം ചെയ്യേണ്ട അതാണ്. അല്ല, അങ്ങനെ അല്ലല്ലോ. ഡൽഹിയിൽ വന്നാൽ ദേശീയ നേതാക്കളെ കാണുമല്ലോ. ഞാൻ ഡൽഹിയിൽ വന്നിട്ട് കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാതെ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിക്കും. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ കാണും. ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മാത്രമല്ലല്ലോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണം, അദ്ദേഹത്തിന്റെ ഡേറ്റ്, ദേശീയ നേതാക്കളുടെ ഡേറ്റ്, അദ്ദേഹത്തിനോട് അത് ചോദിച്ചു മനസ്സിലാക്കി ഏതെല്ലാം പ്രോഗ്രാമിനാണ് പെടുത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ പറഞ്ഞത്. നമുക്ക് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വന്ന കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ, അതുപോലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ കാണാൻ പോകുമ്പോൾ തർക്കം മുറുകുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നതിൻ്റെ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം പരിശോധിക്കുക. എന്നിട്ട് അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്താന്ന് പറഞ്ഞു. അപ്പം തന്നെ VD സതീശൻ ശോഭിച്ചു. ഇന്നിപ്പോൾ ഞാനൊരു വാർത്ത കണ്ടു, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്. ഞാൻ ഒന്നാമത്തെ ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് അറിയാലോ. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം നിരാശനാണ്, അദ്ദേഹം കോപിഷ്ഠനാണ്, അദ്ദേഹം കോപാകുലനായി നിൽക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി, എൻ്റെ ദൈവമേ, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഒന്നുമില്ലെങ്കിൽ ഒരു 4-5 ദിവസമായിട്ട് ഉറങ്ങാതെ നടക്കുന്ന ഒരു മനുഷ്യനാണെന്നെങ്കിലുള്ള കരുണ വേണ്ടേ? അല്ല, ഞാൻ പറഞ്ഞ നിങ്ങളോട്, നിങ്ങൾക്ക് അതിൻ്റെയും കൂടി നിങ്ങളുടെ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശീലോ. നിങ്ങൾ ഉറങ്ങാതെ നിൽക്കണതിൻ്റെ പ്രശ്നം നിങ്ങൾക്ക്. ഞാൻ ഇങ്ങനെയൊന്നും പറയല്ലേട്ടാ. ഞാൻ കോപാകുലായ എൻ്റെ മുഖത്ത് നോക്കി അറിയാം. നിങ്ങൾ സതീശൻ കോപാകുലാണ്, സതീശൻ ചിരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരി വിടരുന്നില്ല. എന്തൊരു കഷ്ടമാണ്. കഴിഞ്ഞ ദിവസത്തേക്കാളും കുറച്ചൊരു സന്തോഷവാനാണ്. ഞാൻ എപ്പോഴും ഞാനിവിടെ പാർട്ടി ഭാരവാഹിയായിട്ടും പ്രത്യേക ക്ഷണിതാവായിട്ടും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്തൂടെ വന്നിട്ടുള്ള ആളാണ്. നമുക്കറിയാലോ ഇവിടെ എന്തായിരുന്നു ഡൽഹിയിലെ കേരള അവസ്ഥ. നിങ്ങളുടെ സീനിയേഴ്സോട് ചോദിച്ചു നോക്കിയോ, പുതിയതായി വന്നവര് എന്തായിരുന്നു ഇവിടെ ഇല്ലേ? അതൊന്നും അല്ലല്ലോ, എത്ര സ്മൂത്താണ്. അങ്ങനെയാണ്, എത്ര സ്മൂത്തായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ വരാൻ തുടങ്ങിയിട്ട് എത്ര ദിവസം. അതുകൊണ്ടാണ്. അപ്പോൾ ഡേയ്സ് കുറവാകുമ്പോൾ കൂടുതൽ ആൾ വരുമല്ലേ വേണ്ട. ഒരാഴ്ച വന്ന് നിൽക്കേണ്ട ആളിൽ ഒരു ദിവസം വന്ന് നിൽക്കേണ്ടത്. പെട്ടെന്ന് എത്ര സ്പീഡിലാണ് തീരുന്നത്. ആദ്യത്തെ ദിവസം വൈകിയത് എന്താന്ന് നിങ്ങൾക്കും അറിയാം. എന്തുകൊണ്ട് വിൻസെന്റ് MLAക്ക് ആ കേസ് ഉണ്ടായിരുന്ന സമയത്തല്ലേ അദ്ദേഹം വീണ്ടും മത്സരിച്ച് അദ്ദേഹം വീണ്ടും ജയിച്ചു ഇല്ലേ? എല്ലാവർക്കെതിരെ എന്തെല്ലാം കേസുള്ളത്. ഇപ്പോൾ എന്താണ് മറ്റേ TK ഗോവിന്ദൻ പറഞ്ഞത്? TK ആന്തൂരിലെ താജന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയേക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗം. അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യും.